Hi friends, once again welcome back to EduTutor IGNOU യൂണിവേഴ്സിറ്റിയുടെ MEG1 ബ്രിട്ടീഷ് പോയട്രി ആണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിൽ ഡിസംബർ 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് എനി ടു ഓഫ് ദ ഫോളോയിങ്. ഇതിൽ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ 2 നമ്മൾ എഴുതിയാൽ മതിയാവും പരീക്ഷയ്ക്ക്. പക്ഷേ ഇപ്പോൾ ഞാൻ 4ൻ്റെയും ആൻസർ തരുന്നുണ്ട്, കാരണം നമുക്കറിയില്ലല്ലോ പരീക്ഷയ്ക്ക് ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക എന്ന്. അപ്പം നിങ്ങൾ 4 പഠിച്ച് വെക്കുക. ഓക്കെ. ഹോ കോഡ് ദ നൈറ്റ് ഗുഡ് സൈർ നമോരെ ഓഫ് ദസ് ദാറ്റ് യെ ഹാൻഡ് സെയ്ത് ഈസ് സൈറ്റ് ഇനഫ് യുസ് and much more, for little heaviness is right enough to much folk, I guess. Answer നോക്കാം. The given lines are spoken by the knight in the Canterbury Tales written by Geoffrey Chaucer. These lines occur in the Knight's Tale, which is the first and one of the most important tales in the work. In this context, the knight interprets another speaker because he feels that enough has already been said about suffering and sorrow. ഇത് എഴുതിയിരിക്കുന്നത് ജോഫ്രി ചൗസർ ആണ്. ദ കാൻറ്റർബറി ടേൽസ് എന്ന ഒരു ഇതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, കൃതിയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നൈറ്റ്സ് ടെയിൽ എന്ന് പറയുന്ന സ്റ്റോറിയാണ് ഇത്. കാൻറ്റർബറി ടേൽസിലെ ഏറ്റവും ആദ്യത്തെയും അതുപോലെ വളരെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ളൊരു സ്റ്റോറിയാണിത് കേട്ടോ. ഇവിടെ ചൗസർ അവതരിപ്പിക്കുന്നത് നൈറ്റിൻ്റെ ഒരു ക്യാരക്ടറെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹം എടുത്തു പറയുന്നത്. നൈറ്റിൻ്റെ ക്യാരക്ടറെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മറ്റൊരു സ്പീക്കറെ ഇവിടെ സംസാരിക്കുന്നതിനിടയിൽ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ നൈറ്റിൻ്റെ ഗൗരവവും മാന്യവുമായിട്ടുള്ള അദ്ദേഹത്തെ സ്വഭാവത്തെയാണ്, അല്ലെങ്കിൽ ഒരു നിയന്ത്രണമുള്ള ഒരു സ്വഭാവത്തെയാണ് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഇവിടെ പറയുന്നത് ഓൾറെഡി നമ്മൾ ദുഃഖത്തെക്കുറിച്ച്, സഫറിങ്സിനെ കുറിച്ചിട്ടും സോറോയെ കുറിച്ചിട്ടും ഒക്കെ ഓൾറെഡി കുറേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അതിനെ വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നാണ് ഇതിനിടയിൽ ഒരു സ്പീക്കർ തടഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറയുന്നത്. The night begins by saying, "Ho," which is an expression used to stop or interrupt someone. He respectfully addresses the other speaker as good sire, showing politeness even while interrupting. By saying "no more of this," he clearly indicates that he does not want the speaker to continue discussing the same topic. This shows that the knight prefers moderation and does not encourage excessive emotional expression. ഇവിടെ നൈറ്റ് ഹോ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വ്യക്തി ആരെങ്കിലും ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളെ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാലും അത് തന്നെ, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട്, എന്ന് വെച്ചാൽ നൈറ്റ് ഇവിടെ വളരെ മനോഹരമായിട്ടാണ്, റെസ്പെക്റ്റ്ഫുള്ളിയാണ് ഇവിടെ മറ്റേ വ്യക്തിയോട് സ്പീക്കറിനോട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതും ഇൻറ്ററപ്റ്റ് ചെയ്യുന്നതും. ഇത് പൊളൈറ്റ്നെസ് ഇവിടെ കാണിക്കുന്നത് ഗുഡ് സൈർ അങ്ങനെ പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അവിടെ നോ മോർ ഓഫ് ദസ് എന്നുള്ളത്, അതിൽ സ്പെല്ലിങ്സിലുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മളുടെ ക്വസ്റ്റ്യനിൽ അതുണ്ടായിരിക്കും. ഒന്ന് വായിക്കുന്നത് "നോ മോർ ഓഫ് ദസ്" എന്ന് പറയുന്നത് "നോ മോർ ഓഫ് ദസ്" എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ എന്താണ്, ഇവിടെ നൈറ്റ് സ്പീക്കറിനോട് പറയുകയാണ് ഈ ഒരു തരം ടോപ്പിക്ക്, ഏത് തരം, സോറഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഈ തരം ടോപ്പിക് നമുക്ക് ഒഴിവാക്കാം എന്നാണ് വളരെ നൈസായിട്ട്, വളരെ പൊളൈറ്റായിട്ടാണ് നൈറ്റ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. When the knight says that your hand said is sight enough, he means that
What has already been said is sufficient. He believes that repeating or continuing the same idea will not add any value. The phrase yes means certainly or truly, which strengthens his statement and shows his firm opinion. ഇവിടെ യു എസ് എന്ന് പറയുന്ന ഒരു വാക്ക് YWIS എന്നുള്ള ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നുണ്ട്. അത് സർട്ടൻലി അല്ലെങ്കിൽ ട്രൂലി എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇദ്ദേഹം പറയുന്ന സെൻറ്റൻസിൽ YNOUGH അത് ശരിക്കും പറഞ്ഞാൽ ഇനഫ് എന്നാണ്. ഓക്കെ, നമുക്കറിയാം ഇനഫിൻ്റെ സ്പെല്ലിംഗ് അതല്ല, പക്ഷേ ഇവിടെ പോയത്തിൽ ഈ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓൾറെഡി ആവശ്യത്തിന് സംസാരിച്ചു, അപ്പോൾ ഇറ്റ് ഈസ് ഇനഫ് അല്ലെങ്കിൽ സഫിഷ്യൻറ്റ്, മതിയായി എന്നാണ്. അതെന്തുകൊണ്ടാണ് നൈറ്റ് സ്പീക്കറിനോട് ഇത്രയൊക്കെ സഫറിങ്ങിനെ കുറിച്ച് പറഞ്ഞത് മതി എന്ന് പറയുന്നത്? അത് അദ്ദേഹം പറയുന്നത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഇമോഷണലി ഡള്ളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള നമ്മളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കെ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇറ്റ് വിൽ നോട്ട് ആഡ് എനി വാല്യൂ. അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇനിയും സംസാരിക്കേണ്ട എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് പാർട്ട്, ആൻഡ് മച്ച് മോർ ഫോർ ലിറ്റിൽ ഹെവിനെസ്, സജസ്റ്റ് ദാറ്റ് people often make too much out of small troubles. The knight is pointing out that even a small amount of sadness is enough to affect many people deeply. This reflects a universal truth about human nature. People sometimes exaggerate their problems. ഇവിടെ നൈറ്റ് പറയുന്നത് ചില ആൾക്കാരൊക്കെ ചെറിയ കാര്യങ്ങൾ, ചെറിയ വിഷമങ്ങൾ മതി, ആ ട്രബിൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ ദുഃഖങ്ങൾ അത് വലുതാക്കി കാണിക്കും. അത് വളരെ വലുതാക്കി കാണിക്കുന്നത് കൊണ്ട് വേറെ ഉപയോഗമൊന്നും ഉണ്ടാകുന്നുമില്ല. അതുപോലെ ചില ആൾക്കാർക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഹേർട്ട് ഫീലിംഗ് അല്ലെങ്കിൽ വിഷമം ഉണ്ടായാൽ മതി, അത് അത്രയും വളരെ ഡീപ്പായിട്ട് അതിനെ ചിന്തിച്ച് ആഴത്തിൽ ചിന്തിച്ച് അത് വളരെ പേഴ്സണലായിട്ട് നമ്മളെടുത്ത് അതിനെ തന്നെ പോണ്ടർ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം യൂണിവേഴ്സൽ ട്രൂത്തിനാണ് കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ യൂണിവേഴ്സിൽ സത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ചെറിയ കാര്യങ്ങളെ എക്സാജറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വലുതാക്കി കാണിച്ചുകൊണ്ട് ഇതുപോലെയുള്ള കുറേ ആറ്റിറ്റ്യൂഡ്സ് പല ആളുകളിലും കാണാം എന്നാണ് നൈറ്റ് പറയുന്നത്. Finally, when he says, is right enough to much folk, I guess, the knight is expressing his belief that even a little sorrow can feel like a lot to many individuals. He is not dismissing human pain, but rather advising against over-indulgence in grief. അദ്ദേഹം നൈറ്റ് ഇവിടെ ചെറിയ കാര്യങ്ങൾക്ക് പേഴ്സണലി ഓരോ വ്യക്തികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ അവസ്ഥയെക്കുറിച്ചിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പോയം എഴുതുന്നത്. ഇതിനർത്ഥം ഇദ്ദേഹം പറയുന്നത് ദുഃഖങ്ങളെ തള്ളിക്കളയുക അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു എസ്കേപ്പ് ചെയ്യുക എന്നതല്ല, മറിച്ച് ഹ്യൂമൻ പെയിൻ, മനുഷ്യൻ്റെ വേദനയെ കണക്കാക്കണം, പക്ഷേ അതൊരു ദുഃഖമായി മാറുക എന്നതിലുപരി അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവും നമുക്ക് വേണം. Overall, these lines highlight the knight's character as wise, balanced and practical. He values restraint and believes in maintaining emotional control. The passage also reflects one of the broader themes of the Canterbury Tales, which is exploration of human behavior and the tendency to exaggerate emotions. ഇവിടെ നൈറ്റിൻ്റെ ക്യാരക്ടറിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അദ്ദേഹം ഒരു വൈസ്, ബാലൻസ്ഡ്, പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഇമോഷണലായിട്ടുള്ള കുറേയധികം കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവ് ഇവിടെ നൈറ്റിന് ഉണ്ട്.
അതുപോലെ തന്നെ ദ കാൻറ്റർബറി ടെയിൽസിൻ്റെ തീമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് പലപ്പോഴും ഹ്യൂമൻ ബിഹേവിയറിനെയാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പലപ്പോഴും മനുഷ്യൻ്റെ ടെൻഡൻസി ഉണ്ടല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതാക്കി എക്സാജുറേറ്റ് ചെയ്യുക എന്നുള്ളത്. അതും ദ കാൻറ്റർബറി ടെയിൽസിൻ്റെ ഒരു തീമാണ്. ഇനിയും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടവർ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള വീഡിയോസ് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.